ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ഹരിത നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കേരള പഴനിയിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ്. വിഹാനക്കുട്ടിയുടെ മുടി പഠിക്കാനായിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ആദ്യം നമ്മുടെ തൊട്ടടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൊഴുതിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ അവിടെ ഞങ്ങളൊരു വീട്ടിൽ നിന്ന് ഒരു 6 സമയമായപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഇവിടെ വന്ന് തൊഴുതു. കണിക്കൊന്നൊക്കെ പൂത്തുകളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവൾക്ക് നമുക്ക് മറ്റേ വിഷു ആകുമ്പോഴേക്കും ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങളിനി പുത്തൂര് കേരള പഴനിയിലേക്ക് ആണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ വന്നത്. അപ്പോൾ നമ്മൾ നേരിട്ട് നമ്മുടെ വണ്ടി ഇപ്പോൾ സ്റ്റെപ്പ് കയറാണ്ട് തന്നെ നമുക്ക് എടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ആ വഴിക്ക് ഞങ്ങൾ എടുത്തു. കാരണം അമ്മയ്ക്ക് അച്ഛനൊന്നും പടി കയറാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഈ വഴി വന്നു. അത് കഴിഞ്ഞാൽ ഇനി നമ്മൾ കൗണ്ടറുണ്ട്, വഴിപാട് കൗണ്ടറിൽ പോയിട്ട് മുണ്ടനം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് 453 രൂപയുടെ ഒരു പാക്കേജാണ്. അപ്പോൾ അതിൽ മുണ്ടനം ചെയ്യാനും പ്രസാദവും പിന്നെ ഉള്ളിലേക്കുള്ള തട്ടുണ്ട്, ആ തട്ടും നമുക്ക് അവർ തരും കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങളിതേ മുണ്ടനം ചെയ്യാനായിട്ട് ഉള്ളിൽ കയറി. അപ്പോൾ വിഹാനോട്ട് നല്ല കരച്ചിലായിരുന്നു. അവളാകെ പേടിച്ചു. അവിടെയുള്ള കുട്ടികളൊക്കെ കരയുണ്ട്. അപ്പോൾ തൊട്ടേ അവൾ കരഞ്ഞു തുടങ്ങി. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടെ നമുക്ക് ദക്ഷിണ കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ തട്ടൊക്കെ കൊണ്ട് ഉള്ളിൽ പോവും. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അവർ അത് ഇവിടെ മേടിച്ച് വെച്ചിട്ട് പ്രസാദം നമ്മുടെ കയ്യിൽ തരും. ഈ മഞ്ഞളൊക്കെ നമ്മൾ അവിടെ തലയിൽ തേച്ച് കാവടി എടുത്ത് നമ്മൾ ചുറ്റണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വിഹാനക്കുട്ടിക്ക് നമ്മൾ ഫുഡ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഫുഡ് കൊടുത്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് താഴത്തേക്ക് എത്തിയിട്ട് അവിടെ എത്തിയിട്ട് നമ്മൾ ഗണപതി കോവിലുണ്ട്. ശരിക്കും ഇവിടെ നിന്ന് തൊഴുതിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത്. പക്ഷേ നമ്മൾ ആദ്യമേ അവിടെ എത്തിയ കാരണം നമ്മൾ താഴത്തേക്ക് വന്നിട്ട് ഇവിടെ തൊഴുതു കേട്ടോ. അങ്ങനെ നന്നായി പ്രാർത്ഥിച്ചു. വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ നമുക്ക് നാളികേരം ഉടയ്ക്കാനുള്ള ഓപ്ഷൻ അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ അതും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ചോച്ചേരിക്കുന്ന അമ്പലം എന്ന് പറയുന്നത് ഈ കേരള പഴനി എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്കാണ് അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. കാരണം ഇവിടെയും അങ്ങനെ ഫുഡും കാര്യങ്ങളൊന്നും കിട്ടാൻ ഇല്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ ചായയും കാപ്പിയൊക്കെ കുടിച്ചു. ഞാൻ കാപ്പി കുടിച്ചു, ബാക്കി അവരൊക്കെ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്ത് വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.